നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏതൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിവറൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വയറ് വീങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഈ നടൻ്റെ വേർപാടിനും നമുക്ക് ചില ആരോഗ്യ സന്ദേശങ്ങൾ നൽകാനുണ്ട്. നമ്മെ പഠിപ്പിക്കുന്ന 7 ആരോഗ്യ പാഠങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മുടെ വീടും നമ്മുടെ ബാങ്ക് ബാലൻസും ഒക്കെയാണ് നോക്കി നടക്കുക. പക്ഷെ നമ്മുടെ കരളും ഹൃദയവും വൃക്കയും എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ച് എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സംസാരത്തെ ശ്രവിക്കുന്നുള്ളതാണ്. അതിനെ നമ്മൾ കേൾക്കാൻ പഠിപ്പിക്കണം. കരൾ രോഗമാണെങ്കിലും ഹൃദ്രോഗമാണെങ്കിലും വൃക്കരോഗമാണെങ്കിലും ഇവയിൽ പലതും ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന രോഗമല്ല. ശരീരം മാസങ്ങളോ വർഷങ്ങളോ മുമ്പ് തന്നെ ചില സൂചനകൾ നൽകുന്നുണ്ടാവും. അമിതമായി ക്ഷീണം അനുഭവപ്പെടുകയാണ്, ശ്വാസം മുട്ടലുണ്ട്, കാലുകളിൽ നീരുണ്ട്, വയറ് വീർത്ത് വരികയാണ്, വിശപ്പില്ലാത്ത സാഹചര്യം വരികയാണ്, നെഞ്ചുവേദന വരികയാണ്. ഇവയൊക്കെ പിന്നെ നോക്കാം എന്നൊരിക്കലും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. കേരളത്തിൽ ഇന്ന് കാണുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നിൽ 5 പ്രധാന വില്ലന്മാരാണുള്ളത്. നമുക്കറിയാം. ഇന്ന് മരിച്ചു പോകുന്ന പല ആൾക്കാരുടെയും ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഈ 5 വില്ലന്മാരെ ഭൂരിഭാഗം പേരിൽ നമ്മൾ കാണാറുണ്ട്. രോഗം കാരണം മരിക്കുന്നവർ: പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതമായ വണ്ണം, പുകവലി, മദ്യപാനം, വ്യായാമമില്ലാത്ത ജീവിതം. ഈ കാര്യങ്ങളിൽ ഈ 5 കൂടിയും ചേർന്ന് കഴിഞ്ഞാൽ, അതിൽ പലതും ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു ടൈം ബോംബ് പോലെയാണ്. നമ്മുടെ മരണത്തെ അതുണ്ടാക്കിയെടുക്കും. നമ്മൾ കാറൊക്കെ സർവീസ് ചെയ്യും, മറ്റെല്ലാം സർവീസ് ചെയ്യും. പക്ഷെ നമ്മളെ ശരീരത്തെ ഒന്ന് സർവീസ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുള്ളതാണ്. വർഷത്തിലൊരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ ഒന്ന് നോക്കുക, ബ്ലഡ് ഷുഗർ ഒന്ന് നോക്കുക, HbA1c എന്ന് പറയുന്ന ഷുഗറിൻ്റെ 3 മാസത്തെ ആവറേജ് അത് നോക്കുക. കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, കരളിൻ്റെത്, കിഡ്നിയുടേത്, ECG, ആവശ്യമെങ്കിൽ എക്കോ, TNT തുടങ്ങിയവയൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇനിയും മലയാളികൾ മനസ്സിലാകാത്തൊരു കാര്യം, മരുന്ന് മാത്രമാണ് ചികിത്സ എന്നുള്ളൊരു ചിന്തയാണ് മലയാളികൾ ഒരുപാട് അലട്ടുന്നത്. പക്ഷെ അതല്ല. ഏറ്റവും വലിയ ചികിത്സ അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണവും വ്യായാമവുമാണ്. നമ്മൾ ഒരു ഹെൽത്തി പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറികളാണ് വേണ്ടത്. ദിവസവും പഴങ്ങൾ കഴിക്കണം, മത്സ്യം കൂടുതൽ കഴിക്കണം, മധുരപാനീയങ്ങൾ കുറക്കണം, ഉപ്പിൻ്റെ ഉപയോഗം ശരിയായി നിയന്ത്രിക്കണം, ദിവസം 30 മിനിറ്റെങ്കിലും നമ്മൾ വ്യായാമവും ചെയ്യണം. തന്നെ നമ്മൾ മലയാളികൾ ചെയ്തൊരു ഫോട്ടോ എന്തായിരിക്കും? രാവിലെ തന്നെ ഒരുപാട് ന്യൂസുകൾ കണ്ടിട്ടുണ്ടോ? കുറച്ച് സമയം മതി ന്യൂസ് നോക്കാൻ. ഇന്നിപ്പോൾ ഞാനൊരു മിനിറ്റേ നോക്കിയിട്ടുള്ളൂ ന്യൂസ്. എനിക്ക് ആ സാഹചര്യത്തിൽ ചിലതൊക്കെ പ്രതികരിക്കാനും പറ്റി. പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷനുകളും മറ്റും നമ്മളുടെ ഉള്ളിലുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിനുണ്ടാക്കുന്ന ക്ഷതങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. ഹൃദയത്തിന് കൊളസ്ട്രോൾ മാത്രമല്ല ശത്രു. നമ്മുടെ സമ്മർദ്ദങ്ങൾ, ഉറക്കക്കുറവ്, ദേഷ്യം, ഉത്കണ്ഠ, ഇവയൊക്കെ വലിയ ശത്രുക്കളാണ്. നമ്മൾ വിചാരിക്കേണ്ട ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമാണ്. അത് ശരീരത്തിലുണ്ടാക്കുന്ന ഹോർമോൺ ചേഞ്ച് അത് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് മലയാളി എപ്പോഴും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. നന്നായിട്ട് മെഡിറ്റേഷനുകളൊക്കെ ചെയ്യുക. കുടുംബത്തിന് സമയം കണ്ടെത്തുക. ദിവസത്തിൽ സലീം കുമാർ നമ്മെ ചിരിപ്പിച്ചതുപോലെ നമ്മളും കുറച്ച് ചിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. തീർച്ചയായിട്ടും സലീം കുമാർ നമ്മെ ഒരുപാട് ചിരിപ്പിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരാജ്ഞലി എന്താണ്? അത് നമ്മുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ആരോഗ്യമുള്ളപ്പോൾ സമയമില്ലെന്ന് പറയരുത്. രോഗം വന്നാൽ സമയവും പണവും ഒരുപോലെ നഷ്ടമാകും.